ഹൈന്ദവ സ്ഥാപനങ്ങളെയും ആത്മീയാചാര്യന്മാരെയും വിശദീകരിക്കാൻ ഇടതുപക്ഷം ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറിയിട്ടുണ്ട് മതാതീത ആത്മീയത. പമ്പയിൽ ഇന്ന് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി ശബരിമലയെ വിശേഷിപ്പിച്ചത് മതാതീത ആത്മീയ കേന്ദ്രം എന്നാണ്. അദ്ദേഹം 2-3 യുക്തികൾ ഈ പ്രയോഗത്തിൻ്റെ ഉപോത്ബലകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യുക്തി, തത്വമസി ഉപനിഷത്ത് മഹാവാക്യങ്ങളിലൊന്നായ തത്വമസി, അത് നീയാകുന്നു, ബ്രഹ്മം നീയാകുന്നു, ഈശ്വരൻ നീയാകുന്നു, ഞാനും നീയും രണ്ടല്ല, ഞാൻ തന്നെയാണ് നീ, അതുകൊണ്ട് രണ്ടും വേറിട്ടില്ല, അപരവൽക്കരണമില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അതിന് നൽകിയ വിശദീകരണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇടമാണ്, ജാതി ഭേദമില്ല, മതദ്വേഷമില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായ ഇടം എന്ന അർത്ഥത്തിൽ മതാതീത ആത്മീയ കേന്ദ്രമാണ് ശബരിമല. രണ്ടാമത്തത്, ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർ അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലും എരുമേലി മുസ്ലിം മസ്ജിദിലും ബാബറുടെ പേരിലുള്ള കയറി വഴിപാടിട്ട് ആണ് അയ്യപ്പനെ കാണാൻ വരുന്നത്. അതിനർത്ഥം ഇത് ഹിന്ദു സമുദായത്തിൻ്റെ ഒരു സ്ഥാപനമായിട്ട് കാണേണ്ടതില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ധ്വനിപ്പിച്ചത്. സമാനമായ ഒരു വിശദീകരണം വരുന്നത് ശിവഗിരിയുമായി ബന്ധപ്പെട്ട് ശിവഗിരിയിലെ മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ വിശദീകരിച്ചുകൊണ്ട് ഇടതുപക്ഷം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അവരെ പിന്തുണയ്ക്കുന്ന ഇടത് ചിന്തകന്മാരും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന പദമാണ് മതാതീത ആത്മീയ കേന്ദ്രം എന്നുള്ളത്. ശിവഗിരി ഒരു മതത്തിൽ അധിഷ്ഠിതമായ ധർമ്മസ്ഥാപനമല്ല, അതെല്ലാ മതങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതാണ്. ശ്രീനാരായണ ഗുരു തന്നെ ഹിന്ദു സന്യാസിയല്ല, അദ്ദേഹത്തെ ഒരു ഹിന്ദു ആത്മീയ നവോത്ഥാന നായകനായിട്ട് കാണാനേ സാധിക്കില്ല. അദ്ദേഹം മതത്തെയും ജാതിയെയും ഒക്കെ തള്ളിപ്പറഞ്ഞ ആളാണ്. അദ്ദേഹം ആ നിലയിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് മതനിരപേക്ഷതയുടെ പ്രതീകമായി ഗുരുവിനെ അവതരിപ്പിക്കുന്നത്. ഗുരുവിനെ ആദ്യം നിരാകരിച്ചിരുന്നതാണ് ഇടതുപക്ഷം. ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കി ഗുരുവിലേക്ക് അടുക്കുകയും ഗുരു കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും മനുഷ്യവൽക്കരണത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും ആധുനീകരണത്തിനും നൽകിയ സംഭാവനകളെ കണ്ടില്ലെന്ന് ധരിക്കാൻ ഒക്കാതെ വന്നപ്പോഴാണ് ഗുരുവിനെ ഏറ്റെടുക്കാൻ തയ്യാറായത്. ഏറ്റെടുത്തപ്പോൾ ഹിന്ദു സന്യാസി എന്ന നിലയിൽ ഏറ്റെടുക്കാൻ പ്രയാസമായി വന്നു. അപ്പോൾ അദ്ദേഹത്തെ മതാതീതനായ, മതനിരപേക്ഷതയുടെ മറ്റൊരു രൂപമായി മതാതീതനായ ആത്മീയ ചിന്തകനായിട്ട് അവതരിപ്പിക്കുക. ലക്ഷ്യം വളരെ കൃത്യമാണ്. ഹൈന്ദവ മൂല്യങ്ങളെയും ധർമാചാരങ്ങളെയും അംഗീകരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മടിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിലെ ചേതോവികാരം. ശരിക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഈ തരത്തിലാണ് പോകുന്നത്. മുഖ്യമന്ത്രി ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, രമണ മഹർഷി തുടങ്ങിയവരെ ഇന്ന് ഉദ്ധരിക്കുകയുണ്ടായി.
ഈ ആത്മീയ ചിന്തകന്മാരെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മതത്തെയും ജാതിയെയും ഒക്കെ നിരാകരിച്ചവരാണ്, അതിനപ്പുറം മാറിയവരാണ്. ശ്രീനാരായണ ഗുരു എഴുതിയ കൃതികളിൽ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിൽ 70% വരുന്നത് ഹിന്ദു ദേവതകളെ സ്തുതിക്കുന്ന സ്തോത്രങ്ങളാണ്. പലരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗണപതി അഷ്ടകം തൊട്ട് സുബ്രഹ്മണ്യനെയും ശിവനെയും കാളിയെയും പ്രാദേശിക ദേവതകളെ മണ്ണമ്പല ദേവിയെ ഉൾപ്പെടെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളിൽ വലിയൊരു പങ്ക്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികളെല്ലാം അത്തരത്തിലുള്ളതാണ്. ജനനി നവരത്നമഞ്ജരി, ഭദ്രകാളി അഷ്ടകം, കാളി നാടകം തുടങ്ങിയവയെല്ലാം ഈ ഗണത്തിലാണ് പെടുന്നത്. അതേപോലെ ശിവസ്തോത്രങ്ങളും സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും ഒരു പറ്റം, വിനായകാഷ്ടകം, ദൈവദശകം, ഇതെല്ലാം ഈ ആത്മീയ ചിന്തയുടെ ഭാഗമായി ഹൈന്ദവ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ രചനകളാണ്. പക്ഷെ അതേസമയം തന്നെ അത് വേദാന്ത സാരത്തെ ഘോഷിക്കുന്നത് കൂടിയാണ്. വേദാന്ത തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഈ ദേവതകളെ കണ്ടുകൊണ്ടുള്ള കൃതികളാണ്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ വേദാന്ത ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ശ്രുതികളും ആത്മാനുഭവങ്ങളും കൊണ്ട് ആത്മബോധം വന്ന ഗുരു ഇത്തരം ദേവതാസങ്കല്പങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് പോവുകയും അദ്ദേഹം അദ്വൈത ചിന്തയുടെ ഉയർന്ന തലത്തിലെത്തുകയും ചെയ്തപ്പോഴാണ് ക്ഷേത്രാരാധനകളും അതേപോലെ ഈ ഭിന്ന ദേവതകളും ഒക്കെ നിസ്സാരമാണെന്ന് എന്ന നിലപാടിലെത്തുന്നു. കണ്ണാടി പ്രതിഷ്ഠാ സങ്കല്പത്തിലേക്കും അത് കഴിഞ്ഞ് പ്രതിഷ്ഠയെ നിരാകരിക്കുന്ന സങ്കല്പത്തിലേക്കും എത്തും. അത് ഹൈന്ദവ ജീവിതധാരയുടെ, ഹിന്ദു ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽപ്പെട്ടതാണ്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം രമണ മഹർഷിയെപ്പോലെയും ചട്ടമ്പിസ്വാമിയെപ്പോലെയും ഒക്കെ ആത്മീയ സാധനകളുടെ ഒരു അധിക തുങ്കപദത്തിലെത്തിയ യോഗി എന്ന നിലയിൽ അദ്ദേഹം ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് പിന്നീട് സംസാരിച്ചത്. അവിടെ ജാതിയോ വർണ്ണമോ വേർതിരിവുകളൊന്നുമില്ല, അവിടെ മതമില്ല. സ്വാമിയെ മഹാത്മാഗാന്ധിയുമായി ഒന്നിച്ചുള്ള സംഭാഷണത്തിൽ പറഞ്ഞ വാക്കുകൾ പലരും സ്വാമിയുടെ മതാതീതതയെയും ജാത്യതീത ചിന്തയെയും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കാറുണ്ട്. സ്വാമി പറഞ്ഞതായി പറയുന്നത്, അന്യമതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ. അത് സ്വാമി മാത്രമല്ല പറയുന്നത്, ഇന്ത്യ കണ്ട ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനും പ്രയോക്താവുമായിരുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു, സ്വാമി വിവേകാനന്ദനെ സൃഷ്ടിച്ചെടുത്ത മഹാത്മാവ് രാമകൃഷ്ണ പരമഹംസൻ തന്നെ കാളി ആരാധനയിലൂടെ കണ്ടെത്തിയത് തന്നെയാണ് ക്രിസ്തുമതം പഠിച്ച് കണ്ടെത്തിയതും ഇസ്ലാം മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയി എത്തിയതും. അദ്ദേഹം തന്നെ ആണ് സൂചിപ്പിക്കുന്നത് പല വഴികളും ഏകമായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണെന്ന്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഈ നദികളെല്ലാം മഹാസമുദ്രങ്ങളിൽ തന്നെയാണ് ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് ഇവരെ പോലെയൊക്കെയുള്ള മഹാനുഭാവന്മാർക്ക് ജാതിയോ മതമോ
ലിംഗഭേദങ്ങളോ ഒന്നും ബാധകമല്ല. ഇത് ഈ ചിന്ത മുന്നോട്ട് വയ്ക്കുന്നത് വൈവിധ്യത്തെ അംഗീകരിക്കാൻ കഴിയുന്ന, എവിടുന്നാണോ സത്യത്തിൻ്റെ പ്രവാഹമുള്ളത് അതൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നു. അനോഭദ്രകൃതോ എന്ത് വിശ്വത എന്ന് പറയുന്ന ഭാരതീയ ചിന്തയുടെ ഭാഗമാണ്. അപ്പോൾ ആ ഭാരതീയ ചിന്തയാണ് നമ്മുടെ രാജ്യത്തെ വൈവിധ്യത്തിലും ബഹുശ്രുതികളിലും നിലനിർത്തുന്നത്. അങ്ങനെയുള്ള രാജ്യത്ത്, അങ്ങനെയുള്ള സംസ്കാരത്തിൽ ഈ ക്ഷേത്രങ്ങളുമൊക്കെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്. ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനോ മുഹമ്മദിനെ, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്നതിനോ ഭഗവാൻ ബുദ്ധനെ ഉൾക്കൊള്ളുന്നതിനോ ഒന്നും പ്രയാസമില്ലാത്തത് ഈ വൈവിധ്യം കൊണ്ടാണ്. പക്ഷെ ചരിത്രത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഈ ഹൈന്ദവ ജീവിതത്തിൽ, അങ്ങനെ ഹൈന്ദവ ജീവിതം എന്ന് വിളിക്കാം, ഈ ഭാരതീയ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ തൽപര കക്ഷികൾ, ജാതി ഹിന്ദുക്കളെന്ന് പ്രഖ്യാതരായ ബ്രാഹ്മണ്യം, ജന്മബ്രാഹ്മണ്യം കടന്നുകൂടി ജാതി വേർതിരിവ് സൃഷ്ടിച്ച് അടിച്ചമർത്തലുകൾക്കും വിഭജനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം ഒന്നും ആരും മറക്കുന്നില്ല. തരംതിരിവിന് ജന്മം തന്നെ ഉപാധിയാക്കിയിട്ടുണ്ട്. വർണ്ണഭേദത്തെ ജന്മസൃഷ്ടമാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാതകമാണെന്ന് വിവേകാനന്ദനെ പോലെയുള്ള വലിയ സന്യാസിമാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനെതിരെയുള്ള സഞ്ചാരമാണ് ഈ ആത്മീയ ചിന്തകന്മാർ മിക്കവരും പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ളത്. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അദ്വൈത ചിന്തയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതിയെ നിരാകരിക്കുവാനും ജാതിക്കെതിരെ സഞ്ചരിക്കുവാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. അതെല്ലാം രമണ മഹർഷിയെപ്പോലെയും ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെയും ചട്ടമ്പിസ്വാമിയെപ്പോലെയും ഒക്കെയുള്ള ആത്മീയ അന്വേഷകന്മാരുടെ വഴി തന്നെയാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രങ്ങളും ആരാധനാ സ്ഥലങ്ങളും ധർമ്മസ്ഥാപനങ്ങളും എല്ലാം തന്നെ ഹിന്ദുക്കളുടെ സ്വന്തമായിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയാണെന്ന് സങ്കല്പിക്കാൻ അവർക്ക് കഴിയുന്നു. പക്ഷെ ഓരോ ക്ഷേത്രങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്നത് അതിൻ്റെ വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ യുണീക്ക്നെസ്സിൻ്റെ ഭാഗം. ആ നിലയിലാണ്. അതുകൊണ്ട് ആ വലിപ്പത്തെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന സാർവലൗകികമായ അല്ലെങ്കിൽ സാർവകാലികമായ യൂണിവേഴ്സൽ അക്സെപ്റ്റൻസിന്, സർവ്വതിനെയും അംഗീകരിക്കുവാൻ ഉള്ള ശേഷി നിരാകരിച്ചുകൊണ്ട് അതിനപ്പുറം കടന്ന് ശബരിമലയെ മതാതീത ആത്മീയതയുടെ കേന്ദ്രമെന്നോ ശിവഗിരിയിലെ മഹാഗുരുവിനെ മതാതീത ആത്മീയതയുടെ ഗുരുവെന്നോ വിളിക്കുന്നതല്ല ചെയ്യുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ മഹത്വം കണ്ടറിഞ്ഞ് അതിനെ വീണ്ടെടുത്ത് അതിനെ ജാതിയുടെ ക്രൂരതകളിൽ നിന്നും തിന്മകളിൽ നിന്നും മോചിപ്പിച്ച മഹാത്മാക്കളായിട്ട് കണ്ട് അത് നമ്മുടെ ആന്തരിക ശക്തിയാണ് അവർ പ്രകടിപ്പിച്ചതെന്നും നമ്മുടെ പാരമ്പര്യത്തിൽ അത്തരം ശക്തികളുണ്ടെന്നും അത് തിരിച്ചറിഞ്ഞ് കൊണ്ടുവന്നത് ഇവരാണ്, ഇത്തരം ആത്മീയ നായകന്മാരെന്നുമാണ് വിലയിരുത്തേണ്ടത്. ചട്ടമ്പിസ്വാമിയെ പോലെയുള്ളവർ വേദാധികാര നിരൂപണം എഴുതിയും പ്രാചീന മലയാളം എഴുതിയും ഒക്കെ ബ്രാഹ്മണ്യത്തിൻ്റെ അധികാരാവകാശങ്ങളെയും തിന്മകളെയും നിരാകരിക്കുമ്പോൾ ചെയ്തത് ഇന്ത്യൻ ജീവിതത്തിൻ്റെ, ഇന്ത്യൻ ദർശനങ്ങളുടെ അദ്വൈതാവസ്ഥയും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ശേഷിയും വീണ്ടെടുക്കുകയാണ്. ഇത് തന്നെയാണ് അവിടെയൊക്കെ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി ഈ ഹൈന്ദവ സ്ഥാപനങ്ങളെ കണ്ടുകൊണ്ട് അതിനെ മതാതീത ആത്മീയതയുടെ കേന്ദ്രങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിലേക്ക്
കടന്നു കയറുന്ന സമ്പ്രദായം ഹിന്ദു സമുദായത്തിൽ അവൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഇൻഫീരിയോറിറ്റി, അപകർഷതയുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിലെ ജാതിയുടെ പേരിൽ അവരെ വിഭജിച്ച് അവരെ അസംഘടിതരാക്കി അവരെ നിസ്വരാക്കുന്നതിന് ശ്രമിക്കുന്നതിനേക്കാൾ എപ്പോഴും വളരെ പോസിറ്റീവായൊരു സമീപനമെടുത്ത് തിന്മകളെ ഇല്ലായ്മ ചെയ്യുവാനും നന്മയെ ഉയർത്തിക്കാണിക്കുവാനും നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ശക്തിയുണ്ടെന്നറിഞ്ഞ് ആ പ്രസാദാത്മകമായ, ആ ഭാവാത്മകമായ ചിന്തയെ വളർത്തിയെടുക്കുവാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലെയുള്ളവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്.